നമുക്കറിയാം ആര്യാടൻ മുഹമ്മദ് വളരെ ദീർഘനാൾ പ്രതിനിധാനം ചെയ്ത മണ്ഡലമാണ് നിലമ്പൂർ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും കേരള രാഷ്ട്രീയത്തിൽ ആര്യാടൻ മുഹമ്മദിൻ്റെ കോൺട്രിബ്യൂഷൻ ഒരാൾക്കും തള്ളി പറയാൻ കഴിയുന്നതെന്നല്ല. അപ്പോൾ ആര്യാടന് ശേഷം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളായി ഞങ്ങൾ കോൺഗ്രസ് തോൽക്കുകയായിരുന്നു അവിടെ. പക്ഷേ ഇപ്രാവശ്യം ആര്യാടൻ്റെ പുത്രൻ ഷൗക്കത്തിലൂടെ തന്നെ അത് തിരിച്ചു പിടിക്കുമെന്നുള്ള കാര്യത്തിൽ വളരെ ആത്മവിശ്വാസമുണ്ട്, അഭിമാനബോധമുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ വിഷയം എന്തായിരിക്കും കോൺഗ്രസിൻ്റെ, UDF-ന്റെ? സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം. പാവപ്പെട്ടവന്, സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയല്ലേ. ഒരു സർക്കാരിനെ കൊണ്ട് ജനങ്ങൾ ഇത്രയേറെ മടുത്തൊരു കാലം ഉണ്ടായിട്ടില്ല. ആ മടുത്ത ജനങ്ങളുടെ വികാരം ശരിയായ രീതിയിൽ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഇലക്ഷനാക്കി ഇതിനെ മാറ്റിയാൽ മാത്രം മതി. അത്രേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. കരുവന്നൂർ ലീഡ് ഇപ്പം CPM അടക്കം പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചേക്കാണെന്നുള്ള ആരോപണം CPM നേതാക്കൾ പറയുന്നുണ്ട്. അപ്പോൾ അതിനെങ്ങനെ കാണുന്നു? അല്ല, CPM നേതാക്കൾക്ക് എന്തു പറയാം. അതിപ്പോൾ കേസിൻ്റെ പേരിൽ ഇപ്പോൾ ബാങ്കിൽ തട്ടിമറി നടന്നു എന്നുള്ളത് സത്യമാണല്ലോ. കേരളം കണ്ട ഏറ്റവും വലിയൊരു ബാങ്ക് കൊള്ളയല്ലേ നടന്നിരിക്കുന്നത്. അതിനെ അവർ ന്യായീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ വിശദാംശങ്ങൾ, കേസിൻ്റെ കാര്യങ്ങളൊക്കെ നിയമപരമായിട്ട് ഫൈറ്റ് ചെയ്യട്ടെ. അവർ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഇപ്പോൾ ഞങ്ങളൊക്കെ നിയമപരമായിട്ട് ഫൈറ്റ് ചെയ്തല്ലേ ഇഡിയോട് നിയമപരമായി ഫൈറ്റ് ചെയ്തില്ലേ. അപ്പോൾ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, ക്രൈം നടന്നിട്ടുണ്ട്. പാർട്ടിയായിരുന്നു ഭരിച്ചത് ബാങ്ക്. പാർട്ടി ഭരിച്ച ബാങ്കിൽ ക്രൈം നടന്നിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെ ഇൻവോൾവ് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് ആശങ്കകൾ പറയുന്നത്, സംശയിക്കും പറയുന്നത്. അത് EDയുടെ കുറ്റപത്രത്തെക്കുറിച്ച് ഇപ്പം ഞാനല്ല പറയേണ്ടത്. അത് ഇനിയിപ്പോൾ കോടതിയിൽ വന്നിരിക്കുന്ന വിഷയമാണ്.